ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ മെത്തേഡ് ഓഫ് ഡെലിബറേറ്റ്ലി ഇൻക്രീസിങ് ദ ന്യൂട്രിയൻറ്റ് കണ്ടന്റ്. ഒരു ഭക്ഷണ പദാർത്ഥം ഇഫ് ഇറ്റ് ഇസ് റൈസിൽ ജനറ്റിക്കലായിട്ടുള്ള ന്യൂട്രിയൻസ് എന്തൊക്കെയാണോ അതല്ലാത്ത പുറമേ നിന്നുള്ള എൻ്റെ ഡിപ്പോയിലൊക്കെ 7 യൂണിറ്റ്സ് ആണ്. അപ്പൊ ഇതിന്റെ ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഒരു യൂണിറ്റിലെ കൗണ്ട് എടുക്കുന്നത്. അപ്പൊ ഇതുണ്ട് ഇതെന്ന് പറയുന്ന നേരത്ത് 10+16 ഫോർട്ട്നൈറ്റ് നമ്മളത് ചെക്ക് ചെയ്യാണ്. എന്താണ് അതിൽ ഇൻഫെസ്റ്റഡ് ആണോ, അതിലെന്തെങ്കിലും ജീവികളുണ്ടോ, ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വൺസ് വി ഡിറ്റക്ട് എ പെസ്റ്റ് പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റ്. ജസ്റ്റ് FC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒരു ചെറിയ ഔട്ട്ലൈൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇതിന്റെ ബാക്കിൽ നടക്കുന്ന ഒരുപാട് പ്രോസസ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റി. ഈ പറഞ്ഞ ഫ്യൂമിഗേഷൻ ആയാലും അല്ല സ്റ്റാക്കിങ്, പിന്നെ ഈ പെസ്റ്റിന്റെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ഇൻഡെപ്തായിട്ട് ഒരുപാട് നമുക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റി. പിന്നെ അതേപറ്റി ഈ ഫോർട്ടിഫൈഡ് റൈസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അത് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായത്. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടെന്ന് ഈ ഒരു IV വന്നതിന് ശേഷമാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പം ഇതെല്ലാം നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സെക്ഷൻ ആയിരുന്നു. അപ്പം താങ്ക് യു സോ മച്ച്. പബ്ലിക്കിന് അവയർനെസ് ഇല്ല ഇതിനെക്കുറിച്ച്. യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഞങ്ങൾക്ക് പോലും ഇതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ നമ്മുടെ നോർമൽ സാധാരണ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് ഒട്ടുമേ അറിവുണ്ടാവില്ല. അപ്പോൾ കുറച്ചുകൂടെ ഒരു അവയർനെസ് എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അപ്പൊ കൂടുതൽ ആൾക്കാർ ഈ റൈസ് വാങ്ങിക്കാൻ സാധ്യത കൂടുതലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും അരി വാങ്ങിക്കുമ്പോൾ എല്ലാവരും അതിനകത്ത് എന്താ പറയാ വേർതിരിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഈ കളർ വ്യത്യാസം ഉണ്ടെങ്കിൽ ആരും എടുക്കത്തില്ല. അത് മാറ്റി തരംതിരിച്ചു വെക്കാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. ഞങ്ങൾക്ക് ഇത് അറിഞ്ഞത് കൊണ്ട് ഞങ്ങൾക്ക് അറിയാവുന്ന എടുത്തും ഫാമിലി എടുത്തും എല്ലാം ഷെയർ ചെയ്യാൻ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. താങ്ക് യു സോ മച്ച്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടുത്തെ ഉള്ള സാറുമാരും മാമോരെ എക്സ്പ്ലെയിൻ ചെയ്തത്. റൈസ് ആക്ച്വലി എക്സ്പയർ ഒന്നുമില്ല. റൈസ് ഏജിങ് ആവും തോറും അതിന്റെ ക്വാളിറ്റി കൂടുന്നാണ് റിസർച്ചിലൊക്കെ പറഞ്ഞിരുന്നത്. ഞങ്ങൾക്കിവിടെ ഗൈഡ് ചെയ്ത എല്ലാ സാറുമാർക്കും താങ്ക്സ്. താങ്ക് യു വെരി മച്ച്.